welcome to CBSE classroom. This is me, Irfana Shifas. നമ്മുടെ ഇന്നത്തെ ക്ലാസ് CBSE 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ബയോളജി ചാപ്റ്റർ 9 ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഹെറിഡിറ്റി, റീപ്രൊഡക്ഷൻ, ഈ ചാപ്റ്ററിൽ നമുക്ക് നല്ലപോലെ ബോർഡ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഒരല്പം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും കൺസെപ്റ്റ്സ് ബൈ ഹാർട്ട് അടിക്കാൻ നോക്കിയാൽ. പക്ഷെ ബൈ ഹാർട്ട് അടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. മനസ്സിലാക്കി പഠിച്ചാൽ, കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷനിൽ എങ്ങനെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊരു സെപ്പറേറ്റ് സെഷനിൽ ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എക്സാമിന് വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. നമ്മൾ ഓൾറെഡി ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് കാണണം കേട്ടോ, എങ്കിലേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 നോക്കാം. പിന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ എപ്പോൾ ക്ലാസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സിനെ കുറിച്ച് പഠിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയ്റ്റ് മീൻസ് ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ഇൻഡിവിജ്വലിൽ, ഒരാളിൽ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ആ വ്യക്തിയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെയ്റ്റ് ആണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്, ചെറിയൊരു ബേബി ജനിക്കുമ്പോൾ അതെന്താ, നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സിന്റെ സ്ട്രക്ചറാണ് അതിനുള്ളത് അല്ലേ? കണ്ണും മൂക്കും കൈയും കാലും ഒക്കെ ആയിട്ട് നമ്മളുടെ ഹ്യൂമൻ അല്ലെ, ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ പാരൻസിന്റെ ബോഡി സ്ട്രക്ചറാണ് ഉള്ളത്. ഒരു ഹ്യൂമൻ ബോഡിയുടെ സിമിലർ സ്ട്രക്ചറാണ് അതുള്ളത്. ഹ്യൂമൻ ബീങ്സ് ജനിക്കുന്ന എല്ലാ ഹ്യൂമൻ ബീങ്സിനും സിമിലർ ബോഡി സ്ട്രക്ചറാണ് എന്ന് കരുതി ഈ ജനിക്കുന്ന കുട്ടി പാരന്റിന്റെ പോലെ തന്നെ ഇരിക്കും. എക്സാക്ട്ലി ദേ ലുക്ക് ലൈക്ക് പാരന്റ്സ് അങ്ങനെയല്ലല്ലോ, ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? പാരന്റിന്റെ ഫേസും കുട്ടിയുടെ ഫേസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, തിരിച്ചറിയും. അതായത് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? വാരിയേഷൻ. നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൂടുതൽ വാരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വാരിയേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലും കാണാൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് കാണാം. അതുകൊണ്ട് ഒരു ഹ്യൂമൻ ചൈൽഡിനെ പാരന്റിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കോമൺ ബോഡി സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. ഇങ്ങനെ കോമൺ ബോഡി സ്ട്രക്ചർ സിമിലർ ആവാൻ കാരണം പാരൻസിൽ നിന്ന് കുറേ ട്രെയ്റ്റ്സ്, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കുട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഹെറിറ്റ് ചെയ്യാൻ മീൻസ് പ്രീവിയസ് ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലോട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പാരൻസിന്റെ കുറച്ച് ട്രെയ്റ്റ്സ്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ചൈൽഡിലോട്ട് പാസ് ചെയ്യുന്നതാണ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് കാരണം പാരന്റ് ബോഡിയുടെ കുറേ സ്ട്രക്ചറൊക്കെ, കുറച്ച് ട്രെയ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പാരന്റ് ബോഡിയിലുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ കുട്ടിയുടെ ബോഡിയിൽ വരും. അതുകൊണ്ടാണ് ബോഡി സ്ട്രക്ചർ സിമിലർ ആവുന്നത്. ഇനി ഈ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു സയന്റിസ്റ്റ് ആണ് ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ ജൊഹാൻസ് മെൻഡൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. നമ്മൾ മെൻഡൽ എന്നാണ് ഷോർട്ട് ഫോം പറയാറ്. ഓക്കെ, ഗ്രിഗർ മെൻഡൽ. അദ്ദേഹമാണ് ഈ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തിയതും വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയതും. ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് ട്രെയ്റ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതും അദ്ദേഹമാണ് റൂൾസ് ഫോർ ഇൻഹെറിറ്റൻസ് ഓഫ് ട്രെയ്റ്റ്സ് പ്രൊപ്പോസ് ചെയ്തത്. ഈ ട്രെയ്റ്റ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് തോന്നിയ പോലെയല്ല, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെ ഡിസ്കവർ ചെയ്തത് നമ്മളുടെ ഗ്രിഗർ മെൻഡൽ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വെച്ച് അദ്ദേഹം പറയുന്നത്
both the father and mother contribute practically equal amounts of genetic material to the child. അതായത് ഫാദറിന്റെ ബോഡിയിൽ നിന്നും മദറിന്റെ ബോഡിയിൽ നിന്നും ഈക്വൽ എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് ചൈൽഡിന്റെ ബോഡിയിലോട്ട് പാസ് ചെയ്യുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ എന്താ? DNA ആണ് അല്ലെ? അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് DNA ആണ് പാരന്റിന്റെ രണ്ട് പാരന്റ്സിന്റെ ബോഡിയിൽ നിന്നും ഫാദറിന്റെ ബോഡിയിൽ നിന്നും മദറിന്റെ ബോഡിയിൽ നിന്നും പാസ് ചെയ്യുന്നത്. ഫാദറിന്റെ ബോഡിയിൽ നിന്ന് പാസ് ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പെറ്റേണൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, പെറ്റേണൽ ആൻഡ് മെറ്റേണൽ വേർഡ് തെറ്റിപ്പോകരുത്. ഓക്കെ, മെറ്റേണൽ എന്ന് പറയുമ്പോൾ മദറിന്റെ ബോഡിയിൽ നിന്ന്, അതിങ്ങനെ ഓർത്താൽ മതി. മദർ എന്ന് പറയുമ്പോൾ എം വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെറ്റേണൽ എന്ന് പറയുന്ന വേർഡും എം എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മെറ്റേണൽ, മദർ, ബോത്ത് സ്റ്റാർട്ട്സ് വിത്ത് എം. അപ്പൊ അങ്ങനെ ഓർക്കാം, മദറിന്റെ ബോഡിയിൽ നിന്ന് പാസ് ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ മെറ്റേണൽ എന്ന് പറയാം. മെറ്റേണൽ DNA-യും പാറ്റേണൽ DNA-യും രണ്ടും ഈക്വൽ എമൗണ്ടിലായിരിക്കും ഒരു ചൈൽഡിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ ഒബ്സർവേഷൻസ് പറയുന്നത്. അപ്പോൾ പെറ്റേണൽ DNA-യും മെറ്റേണൽ DNA-യും, അതായത് ഫാദറിന്റെ ബോഡിയിലെ ജനറ്റിക് മെറ്റീരിയലും മദറിന്റെ ബോഡിയിലെ ജനറ്റിക് മെറ്റീരിയലും ചൈൽഡിന്റെ ബോഡിയിൽ ഈക്വൽ എമൗണ്ടിലാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചൈൽഡ് ബോഡിയിൽ കാണുന്ന ഓരോ ട്രെയ്റ്റിനും, അതായത് ചൈൽഡിന്റെ ബോഡിയിൽ കാണുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും രണ്ട് വേർഷൻ ഉണ്ടാവും. കാരണം എന്താ? ആ ഒരു നമ്മൾ കാണുന്ന ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റ്, ആ ട്രെയ്റ്റ് കാണിക്കുന്ന ജീൻ അല്ലെങ്കിൽ ആ ട്രെയ്റ്റ്, ആ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഫാദറിന്റെ ബോഡിയിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, മദറിന്റെ ബോഡിയിൽ നിന്നും കുട്ടിയിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയ്റ്റിന്റെ രണ്ട് വേർഷൻ ആ കുട്ടിയുടെ ബോഡിയിലുണ്ട്. മനസ്സിലായോ? ഫാദറിന്റെ മദറിന്റെ ബോഡിയിൽ നിന്ന് ഈക്വൽ എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അഥവാ DNA ചൈൽഡിലോട്ട് പാസ് ചെയ്യുമ്പോൾ ചൈൽഡ് ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ ട്രെയ്റ്റും, ഓരോ പെർട്ടിക്കുലർ ട്രെയ്റ്റിനും എന്തുണ്ടാവും? രണ്ട് വേർഷൻ ഉണ്ടാവും. കാരണം അത് ആരിൽ നിന്നാ? രണ്ട് പാരന്റ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈൽഡ് ബോഡിയിൽ കാണുന്ന ഓരോ ട്രെയ്റ്റിനും 2 വേർഷൻസ് ഉണ്ടാവും. ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോർ ഈച്ച് ട്രെയ്റ്റ് there will be 2 versions in each child. എക്സ്പ്ലെയിൻ. ഒരു കുട്ടിയിൽ കാണുന്ന, ഒരു ചൈൽഡിന്റെ ബോഡിയിൽ കാണുന്ന ഓരോ ട്രെയ്റ്റിനും 2 വേർഷൻസ് ഉണ്ടാവും. വൈ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളിത് പറയണം. അതുപോലെ ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങളിൽ നിന്നാണ് MCQ ചോദിക്കുക. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് 20 മാർക്സിന് MCQ ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാണും. അതുകൂടാതെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് മാത്രം ആൻസർ ചെയ്യാൻ പാകത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും MCQയിൽ ഉണ്ടാവും. അത് വെറുതെ എന്തെങ്കിലും പഠിച്ചു പോയവർക്ക് കിട്ടില്ല. ഇതുപോലത്തെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലെ ഓരോ മൈന്യൂട്ട് പോയിന്റ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ആ MCQs കിട്ടും. അങ്ങനെയുള്ള കുട്ടിയായിരിക്കും ടോപ്പറായിട്ട് പോകുക. നമുക്കറിയാലോ, 1 മാർക്ക് 2 മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിനാണ് റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് അല്ലെ? അപ്പോൾ നാഷണൽ ടോപ്പർ അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ ഒന്നും ആയ പോരട്ടോ. നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ ടോപ്പർ, നാഷണൽ ലെവൽ ടോപ്പറിനൊക്കെ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണേണ്ടത്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും മിസ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ MCQ ആയിട്ട് വരാവുന്നതും അതുപോലെ ബോർഡ് എക്സാമിന് വരാവുന്ന ഒറ്റ പോർഷൻസും ഞാൻ മിസ് ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. NCERT ബുക്കിലെ ഓരോ കുഞ്ഞു മൈന്യൂട്ട് പോയിന്റ്സിനും വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. അതൊന്നും മിസ് ചെയ്യരുത് നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ലെക്ചർ നോട്ട് എഴുതുക, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ലെക്ചർ നോട്ട് വായിക്കുക. മൈൻഡിൽ അത് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. എക്സാമിന് ആ പോയിന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അതിന് മെയിൻ കോൺട്രിബ്യൂഷൻസ് നടത്തിയ സയന്റിസ്റ്റ് ആരാണ്? ഗ്രിഗർ മെന്റൽ ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? ഈക്വൽ എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ഫാദറിന്റെ ബോഡിയിൽ നിന്നും മദറിന്റെ ബോഡിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ? ഒരു ചൈൽഡിൽ കാണുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്കിനും 2 വേർഷൻ ഉണ്ടാവും. ഓരോ ട്രെയ്റ്റിനും 2 വേർഷൻ ഉണ്ടാവും. ഇതിൽ നിന്ന് മാറ്റി മറിച്ചൊക്കെ ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് നടത്തുകയും ചെയ്ത സയൻറ്റിസ്റ്റാണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിച്ചത് പയറ് ചെടികളിലാണ്, പീസിലാണ്. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് ഗ്രോയിങ് പീസ്.
ഗ്രിഗർ മെന്റലിന് മുമ്പും പല സയന്റിസ്റ്റും ഈ പീസ് ചെടികളിൽ സ്റ്റഡീസ് നടത്തി നോക്കിയിട്ടുണ്ട്. പീസ് ചെടികളിൽ മാത്രമല്ല പല ഓർഗാനിസംസിലും, പല ആനിമൽസിലും, പല പ്ലാന്റ്സിലും പല സയന്റിസ്റ്റുകളും ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നത് ആരാ? ഗ്രിഗർ മെന്റലാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇത്രമാത്രം എഫിഷ്യൻ്റ് ആവാൻ കാരണം അദ്ദേഹം ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ജനറേഷനിലെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്ന എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടെന്ന് അദ്ദേഹം കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ഒരു കറക്റ്റ് എണ്ണം അദ്ദേഹം എടുത്തിരുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു കറക്റ്റ് കൗണ്ട് കിട്ടിയിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഗ്രിഗർ മെന്റൽ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്, അതായത് അദ്ദേഹം പീസ് ചെടികളിലാണ് പഠനം നടത്തിയിരുന്നത്. അപ്പോൾ പീസ് ചെടികൾ തമ്മിൽ ക്രോസ് പോളിനേഷൻ ചെയ്യിച്ചും സെൽഫ് പോളിനേഷൻ ചെയ്യിച്ചും ഒക്കെയാണ് അദ്ദേഹം പഠിച്ചത്. ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഓരോ പീസ് ചെടികളും ഓരോ ജനറേഷനിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് എടുത്തിട്ട് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഒരു ജനറേഷനിലെ എത്ര ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എത്ര പ്ലാന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചു. അങ്ങനെ ഒരു കറക്റ്റ് കൗണ്ട് എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പറ്റിയത്. അദ്ദേഹം മെയിൻ ആയിട്ട് പഠനം നടത്തിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള പീ പ്ലാന്റ്സ് എടുത്തു. അതുപോലെ തന്നെ റൗണ്ട് സീഡ്സും റിങ്കിൾഡ് സീഡ്സ്, റിങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചുക്കി ചുരുണ്ട ഒരു പരുവം, കറക്റ്റ് റൗണ്ടിലുള്ള സീഡ്സും റിങ്കിൾഡ് സീഡ്സും എടുത്ത് നോക്കി. അതുപോലെ തന്നെ ഗ്രീൻ കളർ സീഡ്സും യെല്ലോ കളർ സീഡ്സും എടുത്ത് നോക്കി. പിന്നെ വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ളതും വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള പീ പ്ലാന്റ്സ് എടുത്തു നോക്കി. ഇങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് എടുത്തു നോക്കി. ചിലപ്പോൾ അദ്ദേഹം കമ്പൈൻ ചെയ്തെടുത്തു, അതായത് റൗണ്ട് സീഡ്സും റിങ്കിൾഡ് സീഡ്സും പഠനം നടത്തിയ പോലെ, അല്ലെങ്കിൽ ഗ്രീൻ കളർ സീഡ്സും യെല്ലോ കളർ സീഡ്സും പഠനം നടത്തിയ പോലെ റൗണ്ട് ഷേപ്പ് ആണ്, ഗ്രീൻ കളറാണ്, അങ്ങനെ റൗണ്ടും ഗ്രീനും ആയിട്ടുള്ള സീഡ്സ് എടുത്തു അദ്ദേഹം. അതുപോലെ തന്നെ റിങ്കിൾഡ് ആൻഡ് യെല്ലോ സീഡ്സ്, റിങ്കിൾഡ് ആണ് ഷേപ്പ്, കളർ യെല്ലോ ആണ്. ഇങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് നോക്കി. റൗണ്ട് ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള സീഡ്സും റിങ്കിൾഡ് ആൻഡ് യെല്ലോ കളർ ആയിട്ടുള്ള സീഡ്സും എടുത്തിട്ട് അപ്പൊ എന്താ, ഒരു സീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റൗണ്ടും ആണ് ഗ്രീനും ആണ്, മറ്റേ സീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റിങ്കിൾഡും ആണ് യെല്ലോ ആണ്. ഇങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരേ സമയം പഠനം നടത്താനായിട്ട് നോക്കി. അങ്ങനെ അദ്ദേഹം കമ്പൈൻ ചെയ്തും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുത്തിട്ടും ഒക്കെ ഈ പീ പ്ലാന്റ്സിൽ പഠനം നടത്തി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് ട്രേറ്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഏതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സിലാണ് പഠനം നടത്തിയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഏതൊക്കെയാണ്? ടോളും ഷോർട്ടും ആയിട്ടുള്ള പീ പ്ലാന്റ്സ് എടുത്തിരുന്നു, റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ്സ് ഉള്ളത് എടുത്തിരുന്നു, അതുപോലെ ഗ്രീൻ കളർ ആൻഡ് യെല്ലോ കളർ ഉള്ള സീഡ്സ് എടുത്തിരുന്നു, പിന്നെ എന്താ വൈറ്റ് കളർ ആൻഡ് വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സും അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഒരു ഡയഗ്രാം വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് പീ പ്ലാന്റിലെ സെവറൽ ജനറേഷൻസ് എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് എടുത്തിട്ട് ആ ക്യാരക്ടറിസ്റ്റിക് വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ പോളിനേഷൻ ചെയ്ത് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഒക്കെ ചെയ്ത്, സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീ പ്ലാന്റിൽ നിന്ന് തന്നെ അടുത്തത് ജനറേറ്റ് ചെയ്യിക്കാം. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാരന്റ്സ് ഉണ്ടാവും, രണ്ട് പ്ലാന്റ്സ് എടുത്തിട്ട് അവരെ തമ്മിൽ ക്രോസ് ചെയ്യിച്ചിട്ട് ഉണ്ടാവുന്നത്, അതാണ് ക്രോസ് പോളിനേഷൻ. അങ്ങനെ പീ പ്ലാന്റ്സിന് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ചെയ്യിച്ച് കുറെ ജനറേഷൻസ് ഓഫ് പീ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ട് ഓരോ ജനറേഷനിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പൊ അദ്ദേഹം എടുക്കുന്ന ടോൾ ആൻഡ് ഷോർട്ട് ആണെങ്കിൽ ഈ ടോൾ ആൻഡ് ഷോർട്ട് ക്യാരക്ടറിസ്റ്റിക് ഓരോ ജനറേഷനിലും എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പഠനം നമുക്കൊരു ഡയഗ്രാം വെച്ച് പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, ലോങ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഗ്രിഗർ മെന്റൽ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എങ്ങനെയാണ് പഠിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ഓരോ ജനറേഷനിലും ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയഗ്രാം വരച്ച് ആ ഡയഗ്രത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഞാനിവിടെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ആകെ ഒരു കളർഫുൾ ഡയഗ്രാം അല്ലേ? ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി തരാം. ഓക്കെ, പരമാവധി കളർഫുൾ ആയിട്ടും ഏറ്റവും സിമ്പിൾ ആവുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും വരച്ചതാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് കൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും ക്ലിയർ ആവും. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഗ്രിഗർ മെന്റല് ഞാനൊരു സ്റ്റോറി പോലെ ഇങ്ങനെ പറയാം. ഓക്കെ, ഈ ഡയഗ്രാംസ് വെച്ചിട്ട് നിങ്ങൾ എന്നോടൊപ്പം ഈ സ്റ്റോറി ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി, കാര്യം ക്ലിയർ ആവും.
അതായത് നമ്മുടെ റിക്വയർമെന്റിൽ 2 പീ പ്ലാന്റ് എടുത്തു, ഒരു ടോൾ പീ പ്ലാന്റും ഒരു ഷോർട്ട് പീ പ്ലാന്റും. ഓക്കെ, എന്നിട്ട് ഈ ടോൾ പീ പ്ലാന്റും ഷോർട്ട് പീ പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിച്ചു. എന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രോജനി നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കി. അപ്പൊ നമ്മുടെ ടോൾ പീ പ്ലാന്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെന്റൽസ് കോൺട്രിബ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ട്രേറ്റിനും 2 വേർഷൻ ഉണ്ടാവും, ഫാദറിന്റെ ബോഡി എന്നുള്ളതും മദറിന്റെ ബോഡി എന്നുള്ളതും. അപ്പൊ ഈ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന് അല്ലെങ്കിൽ ആ ഒരു ട്രേറ്റിന്റെ 2 വേർഷനാണ് ക്യാപിറ്റൽ ടി വെച്ച് കാണിച്ചിരിക്കുന്നത്. ഷോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു ട്രേറ്റ് ആണ്. ഈ ഷോർട്ട്നെസ് എന്ന് പറയുന്ന ട്രേറ്റിനും 2 വേർഷൻ കാണും, ഫാദറിന്റെ ബോഡി എന്നുള്ളതും മദറിന്റെ ബോഡി എന്നുള്ളതും. ആ 2 വേർഷനെ നമ്മൾ സ്മോൾ ടി വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോ ടോൾ എന്ന് പറയുന്ന ട്രേറ്റിന്റെ 2 വേർഷൻസ് ആണ് ക്യാപിറ്റൽ ടി. സ്മോൾ എന്ന് പറയുന്ന ട്രേറ്റിന്റെ 2 വേർഷൻ ആണ് സ്മോൾ ലെറ്റർ ടി. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ ടോളിനെ ഞാൻ ബ്ലൂ കളർ വെച്ചും ഷോർട്ടിനെ റെഡ് കളർ വെച്ച് കാണിച്ചതാണ്. അങ്ങനെ ടോളും ഷോർട്ടും പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്യിക്കുകയാണ്. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഇവരുടെ ചൈൽഡിനുണ്ടല്ലോ, ഇവരുടെ 2 പേരുടെയും ഓരോ വേർഷൻ എടുക്കും. അതായത് ഈ ടോൾ പ്ലാന്റും ഷോർട്ട് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ ടോൾ പ്ലാന്റിൽ നിന്ന് ഒരു ടി എടുക്കും, ഷോർട്ട് പ്ലാന്റിൽ നിന്ന് ഒരു ടി എടുക്കും. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നു. ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക? നല്ലൊരു ടോൾ പ്ലാന്റും ഒരു ഷോർട്ട് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടി എന്താ മീഡിയം ഹൈറ്റ് ആയിരിക്കും, ടോളും അല്ല ഷോർട്ടും അല്ല, 2ന്റെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയം ആയിരിക്കും. പക്ഷെ നോ, മീഡിയം ഹൈറ്റിലുള്ള പ്ലാന്റ്സ് അല്ല. F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, ഇവരിൽ നിന്നുണ്ടായ ഫസ്റ്റ് ജനറേഷൻ നോക്കിയപ്പോൾ കണ്ടത് എല്ലാം ടോൾ പ്ലാന്റ്സ് ആണ്. ടോളും ഷോർട്ടും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഷോർട്ട് പ്ലാന്റ്സ് ഒന്നുമില്ല, എല്ലാം ടോൾ എന്ന് കരുതി ഷോർട്ടിന്റെ ഈ ഷോർട്ട്നെസ് ട്രേറ്റിന്റെ ഒന്നും ഇങ്ങോട്ട് പാസ് ചെയ്തില്ല എന്നാണ് അർത്ഥം. അല്ല, സ്മോൾ ടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട്, കണ്ടോ? അപ്പോ ഉണ്ടായ പ്ലാന്റിന് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയുമാണ് വന്നത്. അപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്ത ട്രേറ്റ് ഏതാ? ടോൾനെസ് ആണ്. അപ്പോൾ ഒരു ടോൾ പ്ലാന്റും ഷോർട്ട് പ്ലാന്റും എടുത്തു. ഒരു 4 പ്രോജനി ഉണ്ടായി. ഈ 4 പ്രോജനിയും മെഞ്ചർ നോക്കിയപ്പോഴെന്താ 4ഉം ടോളാണ്. ടോളും ഷോർട്ടും തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 2ന്റെ ഇടയ്ക്ക് മീഡിയം ഹൈറ്റിലുണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോജനിയിൽ ടോൾ പ്ലാന്റ്സും ഉണ്ടാവണം ഷോർട്ട് പ്ലാന്റ്സും ഉണ്ടാവണം. പക്ഷെ ഇവിടെ എന്താ? മീഡിയം ഹൈറ്റും അല്ല ഷോർട്ട് പ്ലാന്റ്സും അല്ല, എല്ലാം ടോളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൊ എല്ലാം ഈ പാരന്റിന്റെ പോലെ ഇരിക്കുന്നു. അല്ല, ഈ പാരന്റിൽ നോക്കിയ ക്യാപിറ്റൽ ടി ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ എല്ലാത്തിനും ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി, ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി, നമുക്ക് ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി, അങ്ങനെയാണ്. ടോൾ എല്ലാം പ്രോജനി എല്ലാം ടോളാണ് എന്ന് കരുതി they are not exactly like ടോൾ പാരന്റ്. കാരണം ടോൾ പാരന്റിന്റെ നോക്കിയാൽ നമ്മൾ എങ്ങനെയാ അതിന്റെ വേർഷൻ വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ ടി. ഇത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആണ്. അതായത് ഈ ടോൾനെസ് എന്ന് പറയുന്ന ട്രേറ്റ് പാരന്റിന്റെ അതുപോലെ കിട്ടിയിരിക്കുകയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ക്യാപിറ്റൽ ടി വരുവുള്ളായിരുന്നു, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഈ ഒരു ജനറേഷനിൽ ഒറ്റ ഷോർട്ട് പ്ലാന്റ്സും ഇല്ല എന്ന് കരുതി ഈ ഒരു പാരന്റിന്റെ ട്രേറ്റ് പോന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിലും സ്മോൾ ടി ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ ടി, അതായത് ഈ ടോൾനെസിന്റെ ട്രേറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന ട്രേറ്റിനെ നമ്മൾ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയും. ഡോമിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? സുപ്പീരിയർ അല്ലേ? ഒരു മേലെ ഉള്ളത്, ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ളത്, ഏറ്റവും അധികാരം ഉള്ളത്, ഏറ്റവും മേലെ ഉള്ളത്, അതൊക്കെയാണ് നമ്മൾ ഡൊമിനന്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നെങ്കിലും, അതായത് ടോൾനെസിന്റെ ട്രേറ്റും ഷോർട്ട്നെസിന്റെ ട്രേറ്റും വന്നെങ്കിലും ടോൾനെസ് ആണ് എടുത്ത് കാണിക്കുന്നത്, എല്ലാം ടോളാണ്. അതായത് ടോൾനെസ് എന്ന് പറയുന്ന ട്രേറ്റ് ആണ് ഇവിടുത്തെ ഡൊമിനന്റ് ട്രേറ്റ്. ഷോർട്ട്നെസിന്റെ ട്രേറ്റ് ഇവരിൽ എല്ലാവരിലും ഉണ്ടെങ്കിലും ആരും ഷോർട്ട് ആയില്ല. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഈ ഷോർട്ട്നെസ് എന്ന് പറയുന്ന ട്രേറ്റ് എക്സ്പ്രസ് ചെയ്തേയില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത ട്രേറ്റിനെ നമ്മൾ എന്ത് പറയും?
റെസസീവ് ട്രേറ്റ്സ്, അതായത് താഴെയുള്ള ട്രേറ്റ്, സപ്രസ് ചെയ്യപ്പെട്ട ട്രേറ്റ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ട്രേറ്റ്, അതായത് ഏറ്റവും ഡൊമിനൻസ് ഉള്ള ട്രേറ്റ് ഡൊമിനന്റ് ട്രേറ്റ്, മറ്റത് റെസസീവ് ട്രേറ്റ്. അപ്പൊ ഇവിടെ ടോൾനെസ് ആണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. എല്ലാവരും ടോൾ ആണ് ഫസ്റ്റ് ജനറേഷനിൽ. അപ്പോ ടോൾനെസ് ആണ് ഇവിടുത്തെ ഡൊമിനന്റ് ട്രേറ്റ്, ഷോർട്ട്നെസ് ആണ് ഇവിടുത്തെ റെസസീവ് ട്രേറ്റ്. ഇതും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൊമിനന്റ് ട്രേറ്റ്സും റെസസീവ് ട്രേറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയണം ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ട ട്രേറ്റ് ടോൾനെസ് ആണ് ഡൊമിനന്റ് ട്രേറ്റ്സ്. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ ഒറ്റ ഷോർട്ട് പ്ലാന്റ്സും ഇല്ല, അതായത് ഈ ഷോർട്ട്നെസ് എന്ന് പറയുന്ന ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത ട്രേറ്റ് ആണ് റെസസീവ് ട്രേറ്റ് എന്ന് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും എടുത്ത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, അപ്പോൾ ടോൾനെസ്സും ഷോർട്ട്നെസ്സും, പക്ഷെ ടോൾനെസ് ആണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. അതായത് ടോൾനെസ് ആണ്, ടോൾ എന്ന് പറയുന്ന ട്രേറ്റ് ആണ് എന്ത്, ഡൊമിനന്റ്, സ്മോൾ ടി ആണ് റെസസീവ്. അങ്ങനെ ഒരു ഡൊമിനന്റ് ട്രേറ്റും ഒരു റെസസീവ് ട്രേറ്റും വന്നു. അങ്ങനെ എല്ലാത്തിനെയും ഡൊമിനന്റ് ട്രേറ്റ് അതായത് ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്യപ്പെട്ടു, എല്ലാം ടോൾ പീ പ്ലാന്റ്സ് ആയി. ഇനി മെന്റൽ എന്ത് ചെയ്തെന്നറിയോ, ഈ F1 ജനറേഷന് രണ്ടെണ്ണത്തിനെ തമ്മിലെടുത്തിട്ട് വീണ്ടും പോളിനേറ്റ് ചെയ്യിച്ചു. ഇവിടെ ക്രോസ് പോളിനേഷൻ ആയിരുന്നു, ഡിഫറെന്റ് ടൈപ്സ് ആയിരുന്നു, ഒന്ന് ടോളും ഷോർട്ട്. ഇത് സെയിം തന്നെയാണ്, അതായത് രണ്ടും ടോൾ തന്നെയാണ്. ഓക്കെ, രണ്ടിന്റെ ട്രേറ്റ്സ് എങ്ങനെയാണ്, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ടും ഒരുപോലെ ഉള്ളതിനെ തമ്മിൽ ക്രോസ് ചെയ്യിച്ചു. അതിനുശേഷം ഇവിടെ ഉണ്ടാവുന്ന പ്രോജനി രണ്ടെണ്ണത്തിന്റെ രണ്ടും ഒരുപോലെ ഉള്ളതിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യിച്ചിട്ട് ഇവരെങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കി. അപ്പൊ നോക്കി, ഒരു ക്യാപിറ്റൽ ടിയും ഒരു ക്യാപിറ്റൽ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്യും. ടി ടി ഇതാ ടി ടി, അപ്പൊ എന്താ വരിക, ടോളാണ് വരിക. ഇനി ഈ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടിയും കമ്പൈൻ ചെയ്ത്, ഇനി ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കമ്പൈൻ ചെയ്ത്, അപ്പൊ എന്താ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി ടോൾനെസ് ആണല്ലോ ഡൊമിനന്റ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പ്ലാന്റ് ടോളായി. ഷോർട്ട്നെസ് ഇവിടെ കാണിച്ചില്ല, ഷോർട്ട്നെസിന്റെ ട്രേറ്റ് ഉണ്ട് പക്ഷെ കാണിച്ചില്ല. ഇനി സ്മോൾ ടി, ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടെ കമ്പൈൻ ചെയ്യും. ഇതാ ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി. അപ്പോഴും എന്താ, ഇവിടെ രണ്ടും ഓരോന്ന് വന്നെങ്കിലും ക്യാപിറ്റൽ ടി ഡൊമിനന്റ് ആയതുകൊണ്ട് ഇതാണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്, ഇത് ടോളായി. ഇനി സ്മോൾ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്യും, സ്മോൾ ടി. അപ്പൊ എന്താ, രണ്ടും സ്മോൾ ടി വന്നപ്പോ ഷോർട്ട്നെസിന്റെ ട്രേറ്റ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, റെസസീവ് ട്രേറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യപ്പെട്ടു, ഇത് ഷോർട്ട് പ്ലാന്റ് ആയി കേട്ടോ. അപ്പോ 4 എണ്ണം ഉണ്ടായതില് ഫസ്റ്റ് ജനറേഷനിൽ 4ഉം ടോളായിരുന്നു. സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷനിലെ 2 എണ്ണത്തിനെ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ജനറേഷൻ ഉണ്ടായപ്പോ നോക്കിയേ, സെക്കൻഡ് ജനറേഷനിലെ 3 എണ്ണവും ടോളും ഒരെണ്ണം ഷോർട്ടും ആയി. അതായത് 4ൽ ഒരെണ്ണമാണ് ഷോർട്ട് ആയത്. ഈ റെസസീവ് ട്രേറ്റ് ഉണ്ടല്ലോ, ഷോർട്ട്നെസ് എന്ന് പറയുന്ന റെസസീവ് ട്രേറ്റ് 4ൽ ഒരു ഭാഗം, അതായത് 1/4 പാർട്ട് ക്വാർട്ടർ ആണ് ഇതിൽ കാണിച്ചത് അല്ലെ. ബാക്കി 3 എന്താ, ടോള് തന്നെയാണ്. ഇന്ന് ഇത് എല്ലാവരുടെയും ട്രേറ്റ്സ് ഒരുപോലെയാണോ, ഇത് ക്യാപിറ്റൽ ടി ടി ആണ്. ഇതിൽ രണ്ടിലും ഡൊമിനന്റ് ട്രേറ്റ് മാത്രമേ ഉള്ളൂ. ഇതിലൊരു ഡൊമിനന്റ് ട്രേറ്റും ഒരു റെസസീവ് ട്രേറ്റും ഉണ്ട്, പക്ഷെ ഡൊമിനൻസ് ആണ് കാണിച്ചത് ടോൾനെസ്. ഇവിടെയും ഒരു ഡൊമിനന്റും ഷോർട്ടും ഉണ്ട്, പക്ഷെ ഡൊമിനന്റ് ആണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത് ടോൾ. ഇവിടെ ഡൊമിനന്റ് ട്രേറ്റ് ഇല്ല, രണ്ടും ഷോർട്ടാണ് ടി ടി. അപ്പോ ഷോർട്ട്നെസ് ആണ് കാണിച്ചത്. അപ്പോ എത്ര ടോൾ ഉണ്ട് എത്ര ഷോർട്ട് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ടോൾ പ്ലാന്റ്സും ഒരു ഷോർട്ട് പ്ലാന്റും ഉണ്ട്. അപ്പൊ ഇവരുടെ റേഷ്യോ എങ്ങനെയാ, 3:1. ഇനി ഓരോ ട്രേറ്റ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ക്യാപിറ്റൽ ടി ടി ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, ഷോർട്ട് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. അപ്പോ ഇവരുടെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 1:2:1 ആണ്. മനസ്സിലായോ? അതായത് 4 എണ്ണത്തില് ഒരെണ്ണം രണ്ടും ഡൊമിനന്റ് ട്രേറ്റ്സ് ആണ്, ക്യാപിറ്റൽ ടി. 2 എണ്ണം എങ്ങനെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതായത് ഡൊമിനന്റ് ട്രേറ്റും റെസസീവ് ട്രേറ്റും അങ്ങനെയാണ് ഉള്ളത്. അതിലെ ഡൊമിനൻസ് ആണ് കാണിച്ചത്, ടോൾനെസ് ആണ് കാണിച്ചത്. അതുകൊണ്ട് ഈ രണ്ടും ടോൾ ആണ്. ഇവിടെ വന്നപ്പോഴെന്താ, വീണ്ടും
റെസിസിട്രേറ്റ് അങ്ങനെയുള്ള ഒരെണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ റെസിസിട്രേറ്റ് മാത്രം ഉള്ളതുകൊണ്ട് അതാണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്, ഷോർട്ട്നെസ് ആണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ 2 റേഷ്യോസ് ആണുള്ളത്. ടോളസ്റ്റ് ടു ഷോർട്ട് നോക്കിയാൽ 3:1. ഇനി ഓരോ ട്രേറ്റിന്റെയും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1:2:1. ഈ ഒരു പിക്ചർ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഗ്രിഗർ മെന്റലിന്റെ ഇൻഹെറിറ്റൻസ് ഓഫ് ട്രേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വെച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഈ 3:1 റേഷ്യോനെ കുറിച്ച് ഗ്രിഗർ മെന്റലിന്റെ ഒബ്സർവേഷനിലെ ഈ 3:1 റേഷ്യോയിലോട്ട് അദ്ദേഹം എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കാറ്. അതായത് ഈ റേഷ്യോ പറഞ്ഞ് എടുത്ത് ചോദിക്കുന്നതിനേക്കാൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും പറയണം. ക്വസ്റ്റ്യൻ റേഷ്യോ എടുത്ത് തന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം. അതായത് ഗ്രിഗർ മെന്റലിന്റെ ഈ 3:1 റേഷ്യോ എന്ന് പറയുന്ന കൺക്ലൂഷനിലോട്ട് അദ്ദേഹം എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ പറയാനായിരിക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു തവണ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും, എങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടാമത്തെ തവണ മനസ്സിരുത്തി കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. മൂന്നാമത്തെ തവണ കേൾക്കുമ്പോൾ ഫെമിലിയർ ആവും. സാധാരണ ഞാൻ കുട്ടികളുടെ അടുത്ത് ഒരു തവണ ക്ലാസ് കേൾക്ക് ലെക്ചർ നോട്ട് ചെയ്ത് പഠിക്കുക എന്നേ പറയാറുള്ളൂ. പക്ഷേ ഇത് കുട്ടികളെ 3 ടൈംസ് കേൾക്കാൻ പറ്റും. ഈ 3 ടൈംസ് കേൾക്ക്, മിനിമം 2 ടൈംസ് കേട്ടാലേ. കാരണം ഞാനും നിങ്ങളുടെ ഏജ് കഴിഞ്ഞിട്ട് വന്നതാണ്. എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഞങ്ങൾ 10th പഠിക്കുമ്പോൾ, ഞാൻ 10th പഠിക്കുമ്പോൾ ഇതേ സെയിം ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സെയിം ടെക്സ്റ്റ് ബുക്കാണ്, സെയിം സിലബസാണ്. അന്ന് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ. എൻ്റെ ബയോളജി ടീച്ചറും എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിരുന്നു. എങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കും കൺസെപ്റ്റ് ക്ലിയർ ആവാൻ ഒറ്റ തവണ കൊണ്ട് ക്ലിയർ ആയെന്ന് വരില്ല. ഞാൻ പരമാവധി ഒരു കഥ പോലെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. പറ്റുമെങ്കിൽ 2 3 തവണ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടാൽ മതി. കൺസെപ്റ്റ് അങ്ങനെ നിങ്ങളുടെ മൈൻഡിലോട്ടൊന്ന് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ഫുൾ സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 3 മറ്റൊരു ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. Till then, bye bye.